ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് വാളിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന വാൾ സ്വീപ്പും വാൾ റിവീലുമാണ്. വാൾ സ്വീപ്പും റിവീലും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3D വ്യൂവിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പ്ലാൻ വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഒരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വോളിലേക്ക് ഈ ഒരു സ്വീപ്പും റിവീലും ആഡ് ചെയ്ത് കൊടുക്കാം. 3D വ്യൂവിൽ ഒരു വോള് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് സ്വീപ്പ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ വാളിൻ്റെ അണ്ടറിൽ തന്നെ ഈ ഒരു വാൾ സ്വീപ്പ് സെലക്ട് ചെയ്യാം. വാൾ സ്വീപ്പ് ഏത് പോയിന്റിലാണോ ആഡ് ചെയ്യേണ്ടത് അവിടെ ഈ ഒരു സ്വീപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വാൾ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു വാളിൽ ജസ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സ്വീപ്പ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. റിവീലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് വാളിനെ കട്ട് ചെയ്തിട്ടാണ് പോകേണ്ടതെങ്കിൽ വാൾ റിവീൽ സെലക്ട് ചെയ്ത് വാളിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വാളിൽ ആ ഒരു കട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാളിൽ തന്നെ ഈ ഒരു സ്കേർട്ടിംഗ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ സ്വീപ്പ് ടൂള് യൂസ് ചെയ്യാം. ഇത് ഒരു മെത്തഡാണ് വരുന്നത്. അടുത്തൊരു മെത്തഡ്, അതായത് ഈ ഒരു വരുന്ന ഈ സെയിം ടൈപ്പിലുള്ള എല്ലാ വാളിനും ഈ ഒരു സ്വീപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാളിനെ ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ഇതിലുള്ള സ്വീപ്പിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം ഈ ഒരു വാളിനെ ഒന്ന് സെലക്ട് ചെയ്തു. എഡിറ്റ് ടൈപ്പിൽ പോയി സ്ട്രക്ചർ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ വാളിൻ്റെ ഇപ്പോൾ കാണുന്നത് ഫ്ലോർ പ്ലാൻ വ്യൂ ആണ്. അത് മാറ്റി സെക്ഷൻ വ്യൂ ആക്കി കൊടുക്കാം. സെക്ഷൻ വ്യൂ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മോഡിഫൈയിൽ സ്വീപ്പ് റിവീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കിട്ടും. ഈ സ്വീപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാൾ സ്വീപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഫൈൽ ആഡായി. അത് ഏത് പ്രൊഫൈൽ വേണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഏത് മെറ്റീരിയൽ വേണം എന്നുള്ളത് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മെറ്റീരിയൽ ബ്രൗസറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസും ഓറിയൻറ്റേഷനും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വീപ്പ് ഇതേപോലെ ക്രിയേറ്റ് ആയിട്ട് വന്നു. സ്വീപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ടൈപ്പിൽ വരുന്ന എല്ലാ വോളിനും ഇതേപോലൊരു സ്വീപ്പ് ക്രിയേറ്റ് ആയി കിട്ടും. ഈ സ്വീപ്പിൻ്റെ പ്രൊഫൈലാണ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതെങ്കിൽ ഇതൊരു ഫാമിലി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഫയലിൽ ന്യൂ, ഫാമിലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ടെംപ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. ഫാമിലി ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇംഗ്ലീഷ് എന്നുള്ള ഫോൾഡറിൽ മെട്രിക് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. മെട്രിക് പ്രൊഫൈൽ .rft സെലക്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ക്വാഡ്രൻറ്റിലായിരിക്കും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. ക്രിയേറ്റ് ടാബിൽ ലൈൻ ടൂൾ സെലക്ട് ചെയ്ത് എങ്ങനെയാണോ ഈ വോള് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡ്രോ പാനലിൽ നിന്ന് ഏത് ഷേപ്പാണോ വേണ്ടത് അതേപോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്ത് ഇതിനൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഡ് ഇൻ ടു പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിലേക്ക് ലോഡാവും. ഇനി പുതിയൊരു സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാൾ സ്വീപ്പ് സെലക്ട് ചെയ്തു, സ്വീപ്പ് ഈ വാളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സ്വീപ്പിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫാമിലി 1 ആഡ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്തു. ആ ഒരു ഷേപ്പിൽ ആ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നു. ഇതേപോലെ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യാം. റിവീൽ ആണെങ്കിലും ഇതേ മെത്തഡിൽ തന്നെ ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് റിവീൽസും ക്രിയേറ്റ് ചെയ്തെടുക്കാം.